റിയൽ 25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഗോവ. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും ഉയർന്ന സംസ്ഥാനം കേരളം. കേരളമാണ് സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും ഉയർന്ന സംസ്ഥാനം. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഹരിയാന. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് ഹരിയാന. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ദാമൻ ആൻഡ് ദിയു. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ദാമൻ ആൻഡ് ദിയു. വികലാംഗർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് വികലാംഗർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം. മൂന്നാം ലിംഗക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് മൂന്നാം ലിംഗക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കുറവ് സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. ഏറ്റവും കുറവ് സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹി, പുതുച്ചേരി. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് മാഹി, പുതുച്ചേരി. ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള കേന്ദ്രഭരണ പ്രദേശം ദാദ്ര നഗർ ഹവേലി. ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ദാദ്ര നഗർ ഹവേലി. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. ബീഹാറാണ് ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശാണ് ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം. ജനസാന്ദ്രത ഏറ്റവും കൂടിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളാണ് ജനസാന്ദ്രത ഏറ്റവും കൂടിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം. ജനസംഖ്യ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം സിക്കിം. ജനസംഖ്യ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത കൈവരിച്ച ജില്ല സർച്ചിപ്പ്, മിസോറാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത കൈവരിച്ച ജില്ലയാണ് സർച്ചിപ്പ്, മിസോറാം. ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല അലിരാജ്പൂർ, മധ്യപ്രദേശ്. ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ലയാണ് അലിരാജ്പൂർ, മധ്യപ്രദേശ്. സാക്ഷരത ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ് സാക്ഷരത ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശം. സാക്ഷരത ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ദദ്ര നാഗർ ഹവേലി. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. ലഡാക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. നിലവിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. നിലവിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം ഭൂപൻ ഹസാരിക പാലം. നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം ഭൂപൻ ഹസാരിക പാലം. ഏറ്റവും വലിയ റെയിൽവേ തുരങ്കം പീർ പഞ്ചൽ റെയിൽവേ തുരങ്കം. ഏറ്റവും വലിയ റെയിൽവേ തുരങ്കം പീർ പഞ്ചൽ റെയിൽവേ തുരങ്കം. ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഹുബ്ബള്ളി, കർണാടക. ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഹുബ്ബള്ളി, കർണാടക. ഏറ്റവും കൂടുതൽ ദൂരത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ വിവേക് എക്സ്പ്രസ്. ഏറ്റവും കൂടുതൽ ദൂരത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനാണ് വിവേക് എക്സ്പ്രസ്. ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങൾ 28. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ പട്ടികജാതിക്കാരുടെ ജനസംഖ്യ 16.6%.
2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ പട്ടികജാതിക്കാരുടെ ജനസംഖ്യ 16.6%. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ പട്ടികവർഗക്കാരുടെ ജനസംഖ്യ 8.6%. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ പട്ടികവർഗക്കാരുടെ ജനസംഖ്യ 8.6%. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രം ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം. ഏറ്റവും വലിയ ബാരേജ് ഫറാക്ക ബാരേജ്. ഏറ്റവും വലിയ ബാരേജാണ് ഫറാക്ക ബാരേജ്. ഏറ്റവും വലിയ മ്യൂസിയം ഇന്ത്യൻ മ്യൂസിയം കൊൽക്കത്ത. ഏറ്റവും വലിയ മ്യൂസിയമാണ് ഇന്ത്യൻ മ്യൂസിയം കൊൽക്കത്ത. ഏറ്റവും വലിയ ജയിൽ തിഹാർ ജയിൽ. ഏറ്റവും വലിയ ജയിലാണ് തിഹാർ. ഏറ്റവും വലിയ ലൈബ്രറി നാഷണൽ ലൈബ്രറി. ഏറ്റവും വലിയ ലൈബ്രറിയാണ് നാഷണൽ ലൈബ്രറി. ജനസംഖ്യ കൂടുതലുള്ള നഗരം മുംബൈ മഹാരാഷ്ട്ര. ജനസംഖ്യ കൂടുതലുള്ള നഗരമാണ് മുംബൈ മഹാരാഷ്ട്ര. ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI. ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI. ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം കൈലാഷ് ടെമ്പിൾ. ഏറ്റവും വലിയ ഗുഹാക്ഷേത്രമാണ് കൈലാഷ് ടെമ്പിൾ. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ ശ്രീ പൂണ്ടാലിക്. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമയാണ് ശ്രീ പൂണ്ടാലിക്. തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സിനിമ രാജ ഹരിശ്ചന്ദ്ര. തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സിനിമ രാജ ഹരിശ്ചന്ദ്ര. ആദ്യ ശബ്ദ സിനിമ ആലം ആര. ആദ്യ ശബ്ദ സിനിമയാണ് ആലം ആര. ആദ്യ കളർ സിനിമ കിസാൻ കന്യ. ആദ്യ കളർ സിനിമ കിസാൻ കന്യ. ആദ്യ 3D സിനിമ മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ആദ്യ 3D സിനിമയാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ആദ്യ സിനിമാസ്കോപ്പ് സിനിമ കാഗസ് കാ ഫൂൽ. ആദ്യ സിനിമാസ്കോപ്പ് സിനിമ കാഗസ് കാ ഫൂൽ. ഉത്തരധ്രുവത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ജഗന്നാഥൻ ശ്രീനിവാസ രാഘവൻ. ഉത്തരധ്രുവത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് ജഗന്നാഥൻ ശ്രീനിവാസ രാഘവൻ. ദക്ഷിണധ്രുവത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ JK ബജാജ്. ദക്ഷിണധ്രുവത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ JK ബജാജ്. ദക്ഷിണധ്രുവത്തിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത റീന കൗശൽ ധർമ്മശക്ത്. ദക്ഷിണധ്രുവത്തിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് റീന കൗശൽ ധർമ്മശക്ത്. ഉത്തരധ്രുവത്തിലും ദക്ഷിണധ്രുവത്തിലും എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ അജിത് ബജാജ്. ഉത്തരധ്രുവത്തിലും ദക്ഷിണധ്രുവത്തിലും എത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് അജിത് ബജാജ്. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യക്കാരൻ മിഹിർ സെൻ. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യക്കാരനാണ് മിഹിർ സെൻ. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിത ആരതി സാഹ. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരതി സാഹ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബജേന്ദ്രി പാൽ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ബജേന്ദ്രി പാൽ. 2 തവണ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത സന്തോഷ് യാദവ്. 2 തവണ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് സന്തോഷ് യാദവ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വികലാംഗ വനിത അരുണിമ സിൻഹ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വികലാംഗ വനിതയാണ് അരുണിമ സിൻഹ. അന്റാർട്ടിക്കയിലെത്തിയ ആദ്യ ഇന്ത്യൻ ലഫ്റ്റനന്റ് രാംചരൺ. അന്റാർട്ടിക്കയിലെത്തിയ ആദ്യ ഇന്ത്യൻ ലഫ്റ്റനന്റ് രാംചരൺ. അന്റാർട്ടിക്കയിൽ ആദ്യ പര്യവേഷണം ഇന്ത്യ ആരംഭിച്ചത് 1981. 1981 അന്റാർട്ടിക്കയിൽ ആദ്യ പര്യവേഷണം ഇന്ത്യ ആരംഭിച്ചത്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.